ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അലോവേറ സോപ്പാണ് കേട്ടോ. അപ്പോൾ അലോവേറ സോപ്പ് നമുക്ക് അലോവേറ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ വെച്ചിട്ടും അല്ലാതെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് പൗഡർ വെച്ചിട്ടുണ്ടാക്കാം, എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ ജെല്ല് വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെയെല്ലാം നമുക്ക് അലോവേറ സോപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള സോപ്പുകൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കിറ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് വെറൈറ്റി സോപ്പിൻ്റെ കിറ്റുകൾ വേണമെങ്കിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സോപ്പ് ബേസ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 1 kg കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 kg ആണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 3 kg അളവ് പറയുമ്പോൾ എല്ലാവർക്കും സ്റ്റാർട്ടിങ് ആയവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 1 kg കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാം. ഇപ്പം നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ആദ്യം നമ്മൾ ഗ്യാസിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയ കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിറകടുപ്പിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ നല്ലോണം വെള്ളം വെട്ടി തിളപ്പിക്കുക. അതിലേക്ക് നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭമാണ്. ഇപ്പം നമുക്ക് വിറകൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചൂടായി മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അധികം ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നിറച്ച് ബബിൾസ് വരും. അപ്പോൾ അത് നമ്മുടെ സോപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറാക്കി വെക്കാനാണ് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു 1 kg ആണെങ്കിൽ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ഞാനിവിടെ 10 ml ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 10 അല്ലെങ്കിൽ 15 or 20 ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പിന്നെ വൈറ്റമിനിയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 kg 6 ഡ്രോപ്പാണ് കേട്ടോ. ടാബ്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 5 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വൈറ്റമിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ആൽമണ്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൽമണ്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് 5 ml ആണ്. ഇത് 1 kg മെഷർമെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിൽ വരുന്നത് ഞാൻ അലോവേറയുടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് 20 ml ആണ് 1 kg ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ വൈറ്റ് കളറിലാണ് അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പിയേഴ്സ് മോൾഡാണ്, 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ. അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും ഇങ്ങനെ പിയേഴ്സ് മോൾഡിലാണ് കേട്ടോ ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനും ഈ മോൾഡിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറുള്ളത് പിയേഴ്സ് മോൾഡാണ്. കറക്റ്റ് നമുക്കൊരു 100 ഗ്രാമിൻ്റെ അവിടേക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ബബിൾസ് വരുന്നില്ലേ, അത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോട്ടോ. ചിലവർ പറയാറുണ്ട് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടും പോണില്ല എന്നുള്ളത്. അത് നിങ്ങൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇളക്കുന്ന കാരണമാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. സോപ്പ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇളക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടും. അപ്പം നമുക്ക് ഈ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, എൻ്റെയിലൊന്നും ഒരു ശകലം പോലും ബബിൾസ് നിൽക്കണില്ല കേട്ടോ. അത് നമ്മൾ ഇളക്കാതെയാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമുക്കിതെല്ലാം മോൾഡിലേക്ക് മാറ്റാം കേട്ടോ. 1 kg നമുക്ക് കറക്റ്റ് 10 സോപ്പാണ് കിട്ടുക, 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചിലർ ഈ അലോവേറ സോപ്പിന് ഗ്രീൻ കളറൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഗ്രീൻ കളർ കൊടുക്കാറില്ല കേട്ടോ. എനിക്ക് കൂടുതലും വൈറ്റ് കളറിലുള്ള അലോവേറ സോപ്പാണ് ഇഷ്ടം. നമ്മൾ കസ്റ്റമേഴ്സിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമുക്കൊരു 50 സോപ്പിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പം 50 സോപ്പ് ഞാനിവിടെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അളവിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയാൽ മതി. അളവുകളൊക്കെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവർക്ക് നമ്മൾ 3 kg ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 3 kg അളവ് പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ 1 kg അളവിൽ തന്നെ നിങ്ങൾ 3 kg ആക്കി മാറ്റിയാൽ മതി, കൂടുതൽ ഓർഡേഴ്സ് വരികയാണെങ്കിൽ കേട്ടോ.
വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ ജ്യൂസ് വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് നല്ലപോലെ തിളപ്പിക്കണം DM വാട്ടറിൽ. എന്നിട്ട് നിങ്ങൾ അതിൽ പ്രിസർവേറ്റീവ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ കൂടുതലും എക്സ്ട്രാക്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും കേട്ടോ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് ഇത് കവർ ചെയ്ത് കൊടുക്കണം. 2 തവണ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മൾ തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴേ ഇതിന്ന് ഗ്ലിസറിൻ പൊന്തി വരും. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ 2 തവണ കവർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്ലിസറിൻ പൊന്തി വരുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊക്കെ. അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പ് തൃശ്ശൂർ വരടിയത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് മോഡൽ കിറ്റുകൾ, ഏത് ഫ്ലേവറിലുള്ള കിറ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.